ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങളിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ ബോൻ്റെ വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ എനിക്ക് ടൈം കിട്ടിയത്. അപ്പോൾ ഞാൻ നെറ്റിൻ്റെ ഹെയർ ബോ ആണ് നിങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നെറ്റിൻ്റെ ഹെയർ ബോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്തിലുള്ള ഹെയർ ബോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് വളരെ കുറവാണ് കേട്ടോ. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടെ അറിയിക്കുക. അതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ലെങ്ത്ത് 7 ഇഞ്ചും വിഡ്ത്ത് 5 ഇഞ്ചുള്ള ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ലൈനിങ് കൂടെ നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഓർഗൻസ മെറ്റീരിയലിൻ്റെ താഴെ ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു നല്ല ഈ ബോയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് നിൽക്കുന്നത് ഒരു ഭംഗിയില്ലല്ലോ, നല്ല സ്റ്റിഫായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോട്ടൻ്റെ ലൈനിങ്ങും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 2 സെറ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം ഒരു പീസ് ഞാൻ എടുത്തു, സെയിം അളവിലുള്ള മറ്റൊരു പീസും കൂടെ ഇതുപോലെ സെറ്റാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പീസിനെ മറ്റേതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് നല്ല വശം ഈ നല്ല മെറ്റീരിയൽ വരുന്ന ഭാഗത്ത് ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു മുട്ട സൂചി വെച്ച് കുത്തി കൊടുക്കുക. കാരണം ഓർഗൻസ തുണിയാണ് ഉള്ളിൽ, അപ്പോൾ അത് തെന്നിപ്പോവും, നമ്മൾ തയ്ക്കുന്ന ടൈമിൽ തെന്നിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് എല്ലാ പീസുകളും തമ്മിലൊന്ന് കൂട്ടി പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കതൊരു സ്ക്വയർ രൂപത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്ക്വയർ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ജസ്റ്റ് ഒന്ന് വിടുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മറിച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു സ്പേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ അവിടെ വിടുക. നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ഇഞ്ച് വീതി. അതേപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ലെങ്ത്ത്, ഹെയർ ബോൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അലാസ്റ്റിക് നമ്മുടെ കുട്ടിയുടെ തലേൻ്റെ അളവിനെടുക്കുക. അളവിനെടുത്തിട്ട് നമ്മുടെ അലാസ്റ്റിക് എത്രയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി നമ്മൾ തുണി എടുക്കുക. അപ്പോഴാണ് നമുക്ക് ആ അലാസ്റ്റിക്കിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് 38 ഇഞ്ചുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിന് ഞാൻ ആ ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ പീസും ലൈനിങ് ആയിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്, ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. അത് ഇതേ 2 വശങ്ങളും തമ്മിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒറ്റ പീസാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഭാഗം എടുക്കുക. ഒരു ഭാഗം എടുത്തതിന് ശേഷം ഇതിൻ്റെ നല്ല വശത്തോട്ട് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുക. നമ്മൾ 4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ഹെയർ ബോക്ക് വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് എല്ലാ ഭാഗവും നമ്മൾ ഈ നല്ല വശം ഉള്ളിലേക്ക് ആക്കി വരുന്ന രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കിടക്കാം. അപ്പോൾ അതേ ഞാനിതുപോലെ കണ്ട നമ്മൾ മറ്റേ ആ ഒരു ബോക്കുള്ള പീസ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു പീസ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാതെ വെച്ച കുറച്ച് ഭാഗമല്ലേ അവിടെ വെച്ചിട്ട് ഇതുപോലെ ഇതിനെ ഒന്ന് നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ട് നമുക്കിതുപോലെ ചുരുക്കിയാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ ഞാൻ വള്ളി നമ്മുടെ ഹെയർ ബോക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വള്ളിയും കൂടെ ഇവിടെ ഒരു 4 ഇഞ്ച് സീമനൈസും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ നമ്മുടെ ആ ഒരു ഭാഗത്ത് ബോൻ്റെ ആ ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ, ബാക്കി വരുന്ന അവിടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ഇറുക്കിളി വെച്ചിട്ട് ഇതിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചെടുക്കാം. അപ്പോൾ അതേതുപോലെ ഞാൻ നല്ല വശത്തേക്ക് ആക്കിയിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇറുക്കിളി ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വേണ്ടത് ഇതുപോലത്തെ 4 ഇഞ്ചിലുള്ള അലാസ്റ്റിക്കാണ്. അപ്പോൾ 4 ഇഞ്ചിലുള്ള അലാസ്റ്റിക് എടുത്താൽ നല്ല ഭംഗിയാണ്, കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിഫായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ചിലുള്ള അലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിയുടെ തലയുടെ വട്ടാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ആ ഒരു അളവ് എടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ അലാസ്റ്റിക് എടുക്കുക. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് എനിക്ക് വന്നിട്ടുള്ളത് 18.5 ഇഞ്ചാണ്. ഇതിപ്പോൾ ഞാനൊരു 3.5 വയസ്സായ കുട്ടിയുടെ അളവിന് ചെയ്യുന്നൊരു ഹെയർ ബോ ആണ്. അപ്പോൾ 18.5 ഇഞ്ചാണ് എനിക്ക് അലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എലാസ്റ്റിക്കിൽ ഇതേ ഒരു പിൻ ചെയ്ത് കുത്തിയതിന് ശേഷം നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എലാസ്റ്റിക് ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ അതേ ഞാനിതുപോലെ എലാസ്റ്റിക്കൊക്കെ ഫുള്ളായിട്ടൊന്ന് കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ലെങ്ത്തുള്ള നമ്മൾ പീസ് എടുത്തുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ആ ഒരു ഫ്രിൽസ് നല്ല നീറ്റായിട്ട് തന്നെ അടുപ്പിച്ച് കിട്ടും കേട്ടോ. കുറേ അധികമായിട്ട് കിട്ടും. എലാസ്റ്റിക് നമ്മൾ ഈ ഒരു പീസ് എടുക്കുന്നത് എലാസ്റ്റിക്കിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ക്ലോത്ത് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ 2 ഓപ്പണുള്ള വശങ്ങളും തമ്മിൽ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. എലാസ്റ്റിക് ആവുകൊണ്ട് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതേ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ആ ഒരു ബാൻഡ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ 2 വശം സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു വശത്തേക്ക് 2 വശം പിടിച്ചിട്ട് വലിച്ചാൽ ആ ഒരു പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും എത്തും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബോൻ്റെ പണിയിലേക്ക് പോവാം. അപ്പോൾ അതേ ഞാൻ ഈ ഒരു പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബോ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് സൂചിയിലൊരു നൂലും കൂടെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ലൈന് വരച്ചെടുത്തിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് പോവാം. നമ്മൾ സാധാരണ തുന്നൂലേ, എല്ലാവർക്കും തുന്നാൻ അറിയുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ ജസ്റ്റ് നമ്മൾ സാധാരണ തുന്നുന്ന അതേപോലെ തന്നെ തുന്നിയതിന് ശേഷം ഇതേ നമ്മൾ ഇതുപോലെ ആ ഒരു ത്രെഡിനെ ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ചുരുങ്ങി കിട്ടുമല്ലോ. എന്നിട്ട് നമ്മൾ ചുരുക്കിയെടുത്തത് ഇതുപോലെ റൗണ്ടാക്കിയിട്ട് ആ നൂലിനെ ഒരുപാട് പ്രാവശ്യം ചുറ്റുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബോയുടെ ഷേപ്പിൽ കിട്ടും. ഈ സെൻറ്റർ ഭാഗം ഇങ്ങനെ നന്നായിട്ട് വലിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ വെച്ചിട്ട് ഇതിനൊന്ന് തുന്നിക്കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നൂലിങ്ങനെ കാണുന്നത് ഒരു ഭംഗി കാർഡല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പീസ് എടുക്കുക. ഒരു പീസ് എടുത്തതിൻ്റെ സെൻറ്ററിൽ ഇതേ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ആ തുന്നിയെടുത്ത നൂലൊന്നും കാണാത്ത രീതിയിൽ ഇതുപോലെ കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പറ്റ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക. ആ ഒരു സ്റ്റിച്ചും കാണരുത് കേട്ടോ. എന്നിട്ട് നമുക്കതിനെ തിരിച്ച് എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാക്കിലേക്ക് ആക്കണം. നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഈ ഒരു തയ്യൽ തുമ്പ് കണ്ടോ, അതിൻ്റെ സൈഡിലേക്ക് ആയാലും ഇതിങ്ങനെ കാണും. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തേക്ക് ആക്കി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഹെയർ ബോ ഈ ഒരു ബാൻഡിൻ്റെ മുകളിൽ ഇതേതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുന്നി കൊടുക്കുക. ഗ്ലൂ ഗണ്ണുള്ളവർ അത് വെച്ചിട്ടും ഒട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു നമ്മൾ പീസ് വെച്ചെടുത്ത് വല്ല മുത്തോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്റ്റോണില്ല അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ചെയ്തിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കയ്യിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മാലൻ്റെ ലോക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ ക്ലിപ്പിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതേ ഞാൻ തുന്നിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. നമ്മൾ ഏത് ഡ്രസ്സ് തയ്ച്ചാലും അതിൻ്റെ കൂടെ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ബാൻഡും കൂടെ ഉണ്ടെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ഭംഗി കൂടുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബോ ആണ്. എല്ലാവരും ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഫ്രില്ലിട്ടിട്ടുള്ള ഹെയർ ബോ ഉടനെ വരുന്നതാണ് കേട്ടോ. നെറ്റിൻ്റെ ഫാബ്രിക് വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇത് ഞാൻ ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ട് ഇതിൻ്റെ ഫ്രോക്ക് ഈ ഒരു ഹെയർ ബോൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഫ്രോക്ക് ചെയ്തത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. പിന്നെ ഈ ഒരു ബോൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ മുന്നേ ഞാനൊരു ബോ മാത്രമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കാൻ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളെ കമൻറ്റ് അതെന്തായാലും ഒന്ന് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.